ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ. പക്ഷേ കാവേരിക്ക് പുറകിൽ ആരോ വന്ന് നിന്നതുപോലെ തോന്നി. പെട്ടെന്നൊരു പേടി തോന്നിയിട്ട് കാവേരി വേഗം തന്നെ താഴത്തേക്ക് വരികയാണ്. അപ്പോൾ താഴത്ത് വരുമ്പം മുത്തശ്ശി അംബികാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, വീടൊക്കെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. വീടൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെ അവർ എന്നാൽ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അവിടുത്തെ ആളെ കാണാം എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല ഇതിൻ്റെ വാടകയൊക്കെ എന്ന് ചോദിക്കാനിട്ട് ശാരദമ്മ. ഇവിടെ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താണ് തോന്നിയിട്ട് തരുന്നത് അത് തന്നോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വീണ്ടും വീണ്ടും അംബികാമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വായു, ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ. നരേൻ്റെ കയ്യിലാണ് താക്കോൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുള്ളൂ. അതെന്തായാലും നിങ്ങൾ സൗകര്യം പോലെ ഒരു ദിവസം വന്നിട്ട് കണ്ടാൽ മതി എന്നൊക്കെ അംബികാമ്മ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് സീമ മുത്തച്ഛൻ്റെ അടുത്ത് പറയാൻ കേട്ടോ. ആ വീട് തുറന്നാൽ എന്തൊക്കെ ഉണ്ടാവാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അംബികാമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മുത്തച്ഛൻ പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കും, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ വരികയാണ് കേട്ടോ. എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് ചോദിക്കാൻ വേണ്ടി വന്നവരാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിരാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാളെ വന്നിട്ട് വീടൊക്കെ ഒന്ന് തുറന്ന് കാണാം. നാളെ ഞാൻ നരേണ്ടിന്ന് താക്കോല് വാങ്ങിച്ച് വയ്ക്കാം. എന്തായാലും നിങ്ങളിനി നടന്നു പോകണ്ട, ഇവിടുത്തെ ഡ്രൈവറോട് ജംഗ്ഷൻ വരെ കൊണ്ടുവന്നാക്കി തരാൻ പറയും. അന്നേരം സീമ പറയാണ്, ഡ്രൈവർ പുറത്തേക്ക് പോയി എന്ന് പറയണ്ട. ആണോ? അപ്പോൾ ശാരദ പറയാം, അതൊന്നും സാരില്ല, ഞങ്ങൾ ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറയാം കേട്ടോ. എന്നാൽ ശരിയെന്ന് പറയട്ടോ. അവർ പോയി കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തച്ഛനോട്, എന്താ രഘുവേട്ടത് മനുഷ്യപ്പറ്റില്ലാത്തതുപോലെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയാണ്. അപ്പോൾ സീമയും പറയുന്നുണ്ട്, ആ വീട് തുറന്നാൽ എന്താക്കെ സംഭവിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇതൊക്കെ എന്ന് ചോദിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നിവിൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കലേ അച്ഛൻ വരാണ് കേട്ടോ. ഈ കുന്തൊന്ന് ചെവിട്ടിന്ന് എടുത്ത് മാറ്റിയേ, എത്ര തവണയായി നിന്നെ വിളിക്കണേന്ന് പറയാൻ കേട്ടോ. എന്താ എന്തെങ്ങനെ ഇരിക്കുന്നത്, ബോറടിച്ചിരിക്കുന്നത്, പാട്ട് കേട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എന്താ പരിപാടി? അയ്യോ, ബോറടിച്ചെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കാൻ മാത്രം പറയല്ലേ എന്ന് പറയാൻ കേട്ടോ. അയ്യോ, അത് ഞാൻ പറയൂല, ഒരാളെ നിർബന്ധിച്ച് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ പാടില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. അതല്ലേ നിൻ്റെ കല്യാണം ഞാൻ മുടക്കി തന്നത്, നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഈ കല്യാണം കഴിക്കണതേ നല്ലതല്ല അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അച്ഛൻ. അപ്പോൾ അതെ, അമ്മേനെ കല്യാണം കഴിച്ചത് അച്ഛന് അബദ്ധമല്ലേ, അമ്മയുടെ സൈഡ് എഫക്റ്റ് കൂടുതലാണല്ലേ. സൈഡ് എഫക്റ്റ് നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, അതുപോലെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന്, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ നീ ഉണ്ടായത്, അത് വേണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അച്ഛാ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ടേ നിൻ്റെ അമ്മ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണേ. അപ്പോൾ രാജേശ്വരി ആണെന്നുണ്ടെങ്കിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജാമുറിയുടെ അടുത്ത് നിന്നിട്ട് ആരതിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, നീ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു, എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാം കേട്ടോ. അതിന് ശേഷം പറയണം, നീ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് മാത്രമേ എനിക്കിത്തിരി ബുദ്ധിമുട്ടുള്ളൂ, ഇവിടുന്ന് കുറച്ച് പ്രശ്നങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. എന്താ അമ്മയെന്ന് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ആരതിയിൽ തൊട്ട് സത്യം ചെയ്യണം, നീ ഒരിക്കലും കാവേരിയെ കല്യാണം കഴിക്കില്ല എന്ന്. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ആരതിയിൽ അവിടെ വെപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാജേശ്വരി പോവാണ്. രാജേശ്വരി പറയുന്നുണ്ട്, ഇനി നീ അങ്ങനെ എങ്ങാനും കാവേരിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്ന്. അത് കഴിഞ്ഞ ശേഷം അച്ഛൻ പറയുന്നുണ്ട്, അതെ, ആരതി തൊട്ട് സത്യം ചെയ്ത് എന്താ സംഭവിക്കുന്നറിയില്ല, പക്ഷെ നിൻ്റെ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാറുണ്ട്, അതെനിക്കറിയാമെന്ന് പറയുകയാണേ. അപ്പോൾ നീവിനെ ആകെ പെട്ട പോലെ ആവും കേട്ടോ. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വീട്ടിൽ ശാരദയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആ വീടും മുത്തശ്ശിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ, നല്ല വീട്, എനിക്കിഷ്ടമായി, പുറമേ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടെന്ന് കാവേരി പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, രാധമ്മ പറയുകയാണ്, അതെ, ഇത് ദൈവമായിട്ട് കൊണ്ടുതന്നതാ, ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തന്നതാ, ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ നിന്ന് പോയി തൊഴാൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ബ്രോക്കറായി വന്നെന്നാണോ അച്ഛമ്മ പറയണത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇപ്പോഴേക്കും നിളമൂള അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോകട്ടെ, അതേ പുറത്തേക്കൊന്നും പോകലെന്ന് ശാരദ പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ നിന്നൊരു ഇങ്ങനെ കപ്പ്, നല്ല ഭംഗിയുള്ളൊരു പൂച്ചയുടെ മുകളിലൊരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ നോക്കി അതിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നുണ്ട്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ വീടിനെ കുറിച്ചിട്ട്. പുറമേ നിന്ന് നോക്കിയിട്ടല്ലേ ഉള്ളൂ, അകത്ത് കയറും പറയാം അതിനെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. ആ മുത്തശ്ശീനെ ആ അമ്മേനെ എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ കാവേരി. കണ്ടപ്പോഴേക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കണ്ട ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് യമുന പറയാണ് കേട്ടോ.
അപ്പോൾ ഗംഗയും പറഞ്ഞു അതെ, അത് യമുന പറഞ്ഞത് കറക്റ്റാണ്. ഒരാളെയും നമ്മളങ്ങനെ പുറമേ നിന്ന് ഒറ്റയടിക്ക് കണ്ടിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വല്ല പ്രേതശല്യമോ അല്ലെങ്കിൽ അവിടെ വല്ല ആത്മഹത്യയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലോ, അവർക്ക് ആ വീട് വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അവിടെ താമസിക്കാൻ പറഞ്ഞെങ്കിലോ, അതൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം ചെന്ന് താമസിക്കാനൊക്കെ ഗംഗയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും നമുക്ക് പോയി അന്വേഷിച്ചൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്നൊക്കെ ശാരദയും എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടി എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. നല്ല വീടൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. എന്തായാലും നമുക്ക് അവിടെ തന്നെ താമസിക്കാം, ഇതൊരു നിമിത്തമായിരിക്കും എന്നൊക്കെ പറയും. ഈ സമയത്ത് നിളമോളായ ഒരു കപ്പ് പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ താര വന്നിട്ട് ഡി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിക്കുന്നതോടുകൂടിയിട്ട് നിളമോളുടെ കയ്യിൽ നിന്ന് ആ കപ്പ് താഴെ വീണ് പൊട്ടുട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എന്തിനാടി നീ ഇതൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ താഴെയിട്ട് പൊട്ടിക്കാൻ നിൻ്റെ അച്ഛൻ കൊണ്ടതാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് ചേച്ചി അച്ഛനെ പറയരുത്, അച്ഛനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യടി തല്ലോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി അടിക്കാനായിട്ട് കൈ പൊന്തിക്കുമ്പോഴേക്കും കാവേരി അവിടേക്ക് വന്നിട്ട് താര ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിക്കുകയാണ്. എന്താ എന്താ അത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും വരും കേട്ടോ അത് കണ്ടുകൊണ്ട്. അങ്ങനെ നീള ഓടി ചെന്നിട്ട് അമ്മനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്താ താര ചേച്ചി ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛനെ പറഞ്ഞു അമ്മേ എന്ന് പറഞ്ഞിട്ട് നീള കരയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതെ, ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ ഓരോന്നിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ അച്ഛനമ്മയൊക്കെ വരുമ്പോൾ ഞാനെന്താ ചെയ്യുക, അവരോട് ഞാനെന്ത് മറുപടി പറയാമെന്ന് നോക്കിയാണേ. അപ്പോൾ യമുന താഴേക്ക് കപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചോദിക്കുകയാണ് കേട്ടോ, ഈ ഒരു കപ്പല്ലേ പൊട്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒരു കപ്പല്ലേ എന്ന് നോക്കിയാണ്. അപ്പോൾ ഈ ഗംഗയും പറയുന്നുണ്ട് കേട്ടോ, അതെ അവൾ അറിയാതെ പൊട്ടിച്ചതോ, വയ്യാത്ത കുട്ടിയല്ലേ, വയ്യാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, അല്ലാതെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കല്ലേ, ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തിട്ട് ഇത് എനിക്കൊരു ഉപദ്രവമായി മാറി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നത് എന്താണ് താര ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം, നിങ്ങളോടൊരു പോകാൻ പറഞ്ഞിട്ടാണെങ്കിൽ പോകുന്നുമില്ല, അട്ടിപ്പേറിയിട്ട് കെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അന്നേരം കാവേരി പറയാണ് നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറയാണ് കേട്ടോ. ഇന്നത്തെ ഒരു രാത്രി മാത്രം ഇവിടെ താമസിക്കാനായിട്ട് ഉള്ള കനിവുണ്ടായാൽ മതി എന്ന് പറയട്ടോ. ഓ ഭാഗ്യം, പോകാമെന്ന് സമ്മതിച്ചല്ലോ, എല്ലാവരും കൂടെ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മാത്രം മതി എന്നൊക്കെ അവിടെ നിന്നിട്ട് താര പറയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ താരയുടെ സ്വഭാവം മാറിയത്. ഇപ്പോൾ ഗംഗയാണെന്നുണ്ടെങ്കിൽ താര നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്തിനിങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ താര ദേഷ്യത്തോടു കൂടിയിട്ട് കയറിപ്പോവുകയാണേ. ഇതേ സമയം ഗംഗ ചോദിക്കുന്നുണ്ട് നമ്മൾ നാളെ എവിടെ പോകും എന്ന് പറയണേ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അംബികാമ്മ കാണിച്ചെന്ന വീടില്ലേ അവിടേക്ക് തന്നെ പോകും, രാധമ്മ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു നിമിത്തമാണെന്ന് കരുതിയാൽ മതിയെന്ന് ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് കാവേരി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നാരായണയാണ് കേട്ടോ. നാരായണ അവിടെയുള്ള സാധനങ്ങൾ മുഴുവനും വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് വെറുതെ ഇളമി ആയതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിരൽ ചൂട്ടി സംസാരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കറിയാലോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നരേൻ ആൻഡറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശൻ വന്നു കേട്ടോ. മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നരേൻ പറയുന്നുണ്ട് അതെ, ഞാൻ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ നടന്നിരുന്ന പഴയ നരേനാവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷേ എന്നെ നിങ്ങളെല്ലാവരും കൂടെ അതിന് അനുവദിക്കില്ല എന്നാണ് പറയണത്. എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ല ഔട്ട് ഹൗസിൻ്റെ താക്കോല് ചോദിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് തുറക്കണ്ട, അത് തുറന്നാൽ എന്താണ് സംഭവിക്കാമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് നിങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വീട് അവിടെ പൂട്ടി തന്നെ കിടക്കും, അത് ആരും തുറക്കാനും പോകുന്നില്ല, താമസിക്കാനും പോകുന്നില്ല നാരായണ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നാരായൺ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ. അന്നേരം മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അവനോട് താക്കോല് ചോദിക്കാനുള്ള മണ്ടത്തരം നിങ്ങൾ കാണിച്ചല്ലോ എന്ന് ചോദിക്കുക. അല്ല അച്ഛാ, ആ വീട് കുറേ നാളായാലും പൂട്ടിക്കെടുക്കുന്നു, അടിക്കാതെയും കോരാതെയും തുടയ്ക്കാതെ ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ അമ്മ വാടകക്കാരെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ മോൾക്ക് അങ്ങനെയും തോന്നിയോ, ഇതൊക്കെ ഒരു നിമിത്തമാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും, പക്ഷേ അവൻ്റെ അടുത്ത് ഇതൊന്നും ചിലവാവില്ല കേട്ടോ. രണ്ടു പേർക്ക് ഒരേ സമയം ഓരോ കാര്യങ്ങൾ തോന്നാൻ നിൽക്കുന്നത് നിങ്ങൾക്കറിയാലോ. ആ വീടിനെ കുറിച്ചിട്ട് അത് തുറന്നാലേ ശരിയാവില്ല. അന്ന് പ്രശ്നം വയ്പ്പിച്ച് നോക്കിയപ്പോഴേ ചുടുകാടാണെന്നാണ് പറഞ്ഞത്, ചുടുകാട്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി വെറുതെ ആ വീട്ടുകാരുടെ കൂടെ സമാധാനം നശിപ്പിക്കേണ്ട. എന്തായാലും ആ വീട് അങ്ങനെ തന്നെ അടഞ്ഞു കിടന്നോട്ടെ, അതെന്തായാലും വാടകയ്ക്ക് കൊടുക്കാൻ പോകണ്ട, അതിനൊരാളും മുതിര്യം വേണ്ട. ഇതൊക്കെ മുൻകൂട്ടി അറിയാവുന്ന ആൾക്കാർ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മുത്തശ്ശിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ കാണിക്കുകയാണ് കേട്ടോ, നരയുടെ അച്ഛനെയും അമ്മനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ട് മുത്തച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. അതിന് ശേഷം ഗായത്രി അമ്മനോട് പറയണം, അമ്മേ വേണ്ട അമ്മേ,
അമ്മയ്ക്ക് ആ വീട്ടുകാരെ ആ കൊച്ചിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്കത് വേണ്ട എന്ന് പറയുമ്പോൾ അംബികാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ വിഷമാവാണ് കേട്ടോ. കാരണം അംബികാമ്മ അവരോട് വരാനായിട്ട് പറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമാവാണ്. അപ്പം അമ്മ സങ്കടത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ പ്രമോലാണ് കാണിച്ചിട്ടുള്ളത് ആ രാത്രി തന്നെ നരേനെ ജയപാലം വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. കാരണം കാവേരിയുടെ നീക്കങ്ങളെല്ലാതും അറിയുന്നുണ്ടല്ലോ ജയപാലൻ. അപ്പോൾ ഇവർ ഔട്ട് ഹൗസിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ ജയപാലൻ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് നിൻ്റെ വീട്ടിലുള്ളവരെ എല്ലാവരും കാലൊടിയുന്നു. ഇത് കേട്ടപ്പോൾ നരേന് ദേഷ്യം വരാട്ടപ്പോൾ നരേൻ പറഞ്ഞു നീ വാടാ, നീ വായോ, നീ നിൻ്റെ വീട്ടിലുള്ളവരെ എല്ലാവരെയും കാലൊടിച്ച് ഞാൻ ബുൾഡോസറിൽ അയക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ജയപാലനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ നമ്മുടെ നരേനാണെന്നുണ്ടെങ്കിൽ താക്കോൽ കൊണ്ട് അംബികാമ്മയുടെ കൈ കൊടുത്തിട്ട് എന്നാൽ താക്കോല് അവരോട് വന്ന് താമസിച്ചോളാൻ പറയാൻ പറഞ്ഞിട്ട് കൊടുക്കാറ് കേട്ടോ. എന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ, ജയപാലനോടുള്ള ദേഷ്യത്തോട് കൂടിയിട്ട്. പിന്നെ കാവേരിയും കുടുംബവും നരേൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ഭാഗം കൂടി പ്രമോല് കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്